വേണമെങ്കിൽ എനിക്കിവിടുന്ന് ബലമായിട്ട് അർച്ചനയും കൂട്ടി വീട്ടിലേക്ക് പോവാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അർച്ചന ആരെയും തിരിച്ചറിയുന്നില്ലെങ്കിൽ വേണ്ട. ഇങ്ങനൊരവസ്ഥയിൽ അവരാരും അർച്ചനെ കാണണ്ട. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. എങ്ങനെ സ്റ്റാർട്ട് ആവാനാ? നിന്റെ സ്വഭാവമല്ല നിന്റെ വണ്ടിക്കും. അനുസരണ തീരെയില്ല. എന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷെ എന്റെ വണ്ടി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. പിന്നെ നിന്റെ സ്വഭാവം എന്താ? പാല് പോലെ വെളുത്തതാണല്ലോ. എന്റെ സ്വഭാവത്തിന് എന്താണോ കുഴപ്പം? പാതിരാത്രിക്ക് സ്ത്രീകളെ ആക്ഷേപിക്കുന്നോ? ഈ ചത്ത വണ്ടിക്ക് കാവൽ വെക്കുന്നേക്കാളേ നടന്നു പോകുന്നതാ. ഞാൻ എന്റെ പാട്ടിന് പോവാ. എന്താ? അല്ല, അപ്പൊ ഞാനോ? വല്ല കാട്ടുമൃഗങ്ങൾ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? നിന്നെ കണ്ടിട്ട് ആ മൃഗങ്ങളാ പേടിക്കേണ്ടത്. പാവം, ആ മൃഗങ്ങൾ പേടിച്ചു രക്ഷോട്ടോ. ഈ കോമഡി കണ്ടേ അങ്ങോട്ട് ചെന്നാ മതി. വഴിയിൽ വല്ല പാമ്പും കൊത്തി താൻ ചാവൂടും. ഓ, അത് ഞാൻ സഹിച്ചു. അയ്യേ, അയ്യോ എന്റെ പ്രിയേ, അയ്യോ 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 അമ്മച്ചിയേ, അയ്യോ അമ്മേ. കണക്കായിപ്പോയി. എന്നെ ഇവിടെ ഇട്ടിട്ട് പോവാൻ തുടങ്ങിയതല്ലേ? ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കണേ. അയ്യോ, കൈ മുറിഞ്ഞു എന്നാ തോന്നണേ. തനിയെ രക്ഷപ്പെടാൻ പോയ ആളല്ലേ, തന്നെ തനങ്ങ് എഴുന്നേറ്റാ മതി. ഇനി എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കണേ. അയ്യോ അമ്മച്ചി, അയ്യോ അയ്യോ ചോര. ആഹാ, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ ഒറ്റക്കിട്ടിട്ട് പോവാൻ തുടങ്ങിയതല്ലേ? നന്നായി പോയി. എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഉണ്ടെന്ന് നോക്കണേ. ഉണ്ട് ഉണ്ട. എന്തെങ്കിലും പോയി എടുത്തിട്ട് വാ. ഓ അയ്യോ അയ്യോ. അയ്യോ എന്റെ അപ്പച്ചി, എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യേ. ഒന്നവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. വേറെ എടുക്കുന്നേ. ഓ, നോക്കട്ടെ. ഓ ചെയ്യും. ആ, ഓ അയ്യോ. ഓ, അടങ്ങി നിക്ക്. ഒന്നുമില്ല. നേർന്നേ. അയ്യോ, തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, മനുഷ്യത്വം. ആ ഒരു പരിഗണന കൊണ്ട് മാത്രം ഞാനിത് ചെയ്യുന്നേ. അല്ലാതെ ഞാൻ തന്നെ പോലെ കാണ്ടാമൃഗത്തിന്റെ സ്വഭാവം ഉള്ളവളല്ല. അല്ല, എന്ത് തനിക്കൊന്നും പറയാനില്ലേ? കുറച്ചു നേരം അവിടെങ്കിലും പോയിരിക്കും. എന്ത് വേണം നമുക്ക് പിന്നെ ആലോചിക്കാം. എനിക്കിത് വരണം. നോക്കി നടക്ക്. താൻ എന്താ നോക്കുന്ന? കേറ്. ചിരിക്കല്ലേ? തന്റെ മോന്തയ്ക്കൊരെണ്ണം തരാൻ എനിക്ക് തോന്നേ. അല്ല പിന്നെ വേണമെങ്കിൽ എനിക്കിവിടുന്ന് ബലമായിട്ട് അർച്ചനയും കൂട്ടി വീട്ടിലേക്ക് പോവാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അർച്ചന ആരെയും തിരിച്ചറിയുന്നില്ലെങ്കിൽ
വേണ്ട, ഇങ്ങനൊരവസ്ഥയിൽ അവരാരും അർച്ചനെ കാണണ്ട. ഇന്നുവരെ ഞാൻ അർച്ചനയുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ചിട്ടുള്ളത്. ഓർമ്മ തിരിച്ചു കിട്ടാത്ത അർച്ചനെ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? സച്ചേട്ടന്റെ മനസ്സിലാളുന്ന തീയിൽ ഞാൻ വെന്ത് വെണ്ണീറായി പോകുന്ന എനിക്കറിയാം. വേണമെങ്കിൽ ഈ നിമിഷം എനിക്കെല്ലാം സച്ചേട്ടനോട് തുറന്നു പറയാം. പക്ഷെ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് സച്ചേട്ടന്റെ ജീവനാ. ഈശ്വര, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചപ്പോ നീ അർച്ചനെ എൻ്റെ മുന്നിൽ കൊണ്ട് തന്നു. പക്ഷെ എന്തിനായിരുന്നു എന്നോട് ഇങ്ങനൊരു ചതി കാണിച്ചത്? എല്ലാം കൈവിട്ട് പോകും മുമ്പ് എത്രയും വേഗം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചേ പറ്റൂ. എൻ്റെ മോളെയും കൊണ്ട് എനിക്ക് സച്ചേൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം.